തൊടുപുഴ ചീനിക്കുഴി കൂട്ടക്കൊലപാതകത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ മനസ്സാക്ഷിയുള്ളവരുടെ ഉള്ളു മരവിച്ചു പോകും. സ്വത്തിന് വേണ്ടി സ്വന്തം മകനെയും മരുമകളെയും കൊച്ചുമക്കളെയും കൊലപ്പെടുത്തിയ പിതാവിനെ ഒരു നാട് മുഴുവൻ വെറുക്കപ്പെട്ടവനായിട്ടാണ് കാണുന്നത്. അയാൾക്ക് പരമാവധി ശിക്ഷ വേണമെന്ന് ആഗ്രഹിക്കാത്തവർ കുറവാകും. ഇത്രയും നീചമായ രീതിയിൽ കൂട്ടക്കൊല നടത്തിയിട്ടും യാതൊരു കുറ്റബോധവും പ്രകടിപ്പിക്കാത്ത ഹമീദ് ഒരു കൊടും കുറ്റവാളിയാണ്. ചീനിക്കുഴി കൊലപാതക കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. ശിക്ഷ വ്യാഴാഴ്ച വിധിക്കും. മാർച്ച് 19 ക്രൂര കൊലപാതകങ്ങൾ നടക്കുന്നത്. സ്വത്തിന്റെ പേരിലുള്ള തർക്കവും ഭക്ഷണത്തിന് കറി വിളമ്പുന്നത് സംബന്ധിച്ചുള്ള വഴക്കും തുടർന്നുണ്ടായ വൈരാഗ്യവുമാണ് കൂട്ടക്കൊലപാതകത്തിൽ കലാശിച്ചത്. ഹമീദിന്റെ മകനായ ഫൈസൽ മുഹമ്മദ്, ഭാര്യ ഷീബ, മക്കളായ 16 വയസ്സുകാരി മെഹറിൻ, 11 വയസ്സുകാരി അസ്ന എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വീടിനുള്ളിലേക്ക് പെട്രോൾ കുപ്പിയെറിഞ്ഞ് തീ കൊളുത്തിയാണ് സ്വന്തം മകൻ ഉൾപ്പെടുന്ന കുടുംബത്തെ പിതാവ് ഹമീദ് കത്തിച്ചു കൊലപ്പെടുത്തിയത്. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച വാട്ടർ ടാങ്കിലെ വെള്ളം മുഴുവൻ ഒഴുക്കിക്കളഞ്ഞ് പൈപ്പ് മുറിച്ചു മാറ്റിയ ശേഷമാണ് ഹമീദ് വീടിന് തീയിട്ടത്. ഹമീദ് പെട്രോളിൽ കുപ്പിയെറിഞ്ഞതിന് സാക്ഷിയായ അയൽവാസി ഉൾപ്പെടെ 78 പേരാണ് കേസിൽ മൊഴി നൽകിയത്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കൊലപാതകമാണ് നടന്നതെന്നും നിഷ്കളങ്കരായ 4 പേരെയാണ് പ്രതി ചുട്ടുകൊന്നതെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രോസിക്യൂഷൻ ഇതിൽ പരമാവധി ശിക്ഷ കൊടുക്കണം എന്ന് വാദം പറഞ്ഞിട്ടുണ്ട്. പ്രോസിക്യൂഷൻ പ്രധാനമായിട്ടും പറഞ്ഞത് ഈ പ്രതിയുടെ പ്രായമൊഴിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ വധശിക്ഷ കൊടുക്കാൻ പര്യാപ്തമായ ഘടകങ്ങളാണ്. ഇത് ആ വീട്ടിൽ ഈ വീട്ടിലുള്ള ആളുകൾ, ഇദ്ദേഹം കൊലപാതകം നടത്തണമെന്ന് ഉദ്ദേശിച്ച ആളുകളെല്ലാവരും തന്നെ ഒരു കാരണവശാലും രക്ഷപ്പെടരുതെന്നും അവരെ ആരും രക്ഷപ്പെടുത്താൻ ആരെക്കൊണ്ടും സാധിക്കരുതെന്നും കണക്കാക്കി അതിനു വേണ്ട മുൻകരുതലുകളെല്ലാം സ്വീകരിച്ചിരുന്നു. മുഴുവൻ തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയെന്നും സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും പ്രതി ഹമീദിന് പരമാവധി ശിക്ഷ വാങ്ങി നൽകുവാൻ ഇടയാക്കുമെന്നും അന്വേഷണത്തിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. സാക്ഷികളുടെ മൊഴികളുണ്ടായിരുന്നു. ബന്ധുക്കളായ ആളുകൾ പോലും പ്രതിക്ക് എതിരായിട്ട് നമുക്ക് മൊഴി തന്നിട്ടുണ്ട്. പിന്നെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം പ്രതിയുടെ ചേട്ടൻ്റെ ഭാര്യ വിളിച്ച് ഇയാൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വോയിസ് റെക്കോർഡിംഗ് ഉണ്ട്. അത് ഈ പ്രതിയുടെ തന്നെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ, ക്ലിയർ ചെയ്യാൻ പറ്റി നമുക്ക് പറ്റിയായിരുന്നു. പിന്നെ ഈ സംഭവത്തിന് മുമ്പ് ഒരു പ്രീ പ്ലാനിങ് പുള്ളിക്കുണ്ടായിരുന്നു. ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പുള്ളി കുറേ ക്യാഷും കുറേ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊണ്ട് അവിടെ വെച്ചിരുന്നു. അപ്പോൾ അത് ഈ സംഭവത്തിൽ നശിച്ചു പോകുന്ന പുള്ളിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രീ പ്ലാനിങ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു നാട്ടുമുറ ആയതുകൊണ്ട് തന്നെ നാട്ടുകാരും പരമാവധി ആൾക്കാർ നമുക്ക് എല്ലാ സഹകരണങ്ങളും നൽകിയായിരുന്നു. പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും കണക്കാക്കി ശിക്ഷ കുറയ്ക്കണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ ആവശ്യം. മരിച്ചുപോയ മകൻ മുഹമ്മദ് ഫൈസൽ നിയമവിരുദ്ധമായി വിൽപ്പനയ്ക്കായി പെട്രോൾ വീട്ടിൽ സൂക്ഷിച്ചിരുന്നതായും പ്രതിഭാഗം വാദിച്ചു. പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി വ്യാഴാഴ്ച വിധി പറയും. ന്യൂസ് 18 ഇടുക്കി.